അക്വിറ്റീസ്. ഈ കാലഘട്ടത്തിൽ നമ്മോടൊപ്പം ജീവിച്ച് സ്വർഗീയ വിശുദ്ധി സ്വന്തമാക്കിയ ഒരു പുണ്യാത്മാവ്. ദിവ്യകാരുണ്യത്തെ സ്വർഗീയ പാതയാക്കിയ ധന്യജീവിതം. നവയുഗത്തിലെ ഇന്റർനെറ്റിന്റെ സാധ്യതകളെ സുവിശേഷ പ്രഘോഷണത്തിനായി ഉപയോഗപ്പെടുത്തിയ വിശുദ്ധ ജീവിതം. തികഞ്ഞ IT പ്രതിഭ. സ്വന്തമായി വെബ്സൈറ്റ് നിർമ്മിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ ലോകത്തിനു മുൻപിൽ പ്രദർശിപ്പിച്ച യുവാവ്. വെറും 15 വർഷം മാത്രം ഈ ലോകത്ത് ജീവിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞ കാർലോ അക്വിറ്റീസ്. 2020 ഒക്ടോബർ 10 വാഴ്ത്തപ്പെട്ടവനായി തിരുസഭ പ്രഖ്യാപിച്ച ഈ പുണ്യാത്മാവിനെക്കുറിച്ച് ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഷാലോം TV-യിലെ ഹൈവേ ടു ഹെവൻ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബ്രദർ ജോൺ കോതമംഗലം രൂപത അംഗമാണ്. കോതമംഗലം രൂപതയ്ക്ക് വേണ്ടി സത്ന സെമിനാരിയിൽ തിയോളജി ഫൈനൽ ഇയർ പഠിക്കുന്നു. ബ്രദർ എഫ്രേം ആദിലാബാദ് രൂപതയ്ക്ക് വേണ്ടി സത്ന സെമിനാരിയിൽ തിയോളജി സെക്കൻഡ് ഇയർ പഠിക്കുന്നു. രണ്ടുപേർക്കും ഇവർ ബന്ധുക്കളാണ്. അതിലുപരി രണ്ടുപേരും 2 റിട്ടയർഡ് SI-മാരുടെ മക്കളാണ്. കുഞ്ഞുനാൾ മുതൽ വീട്ടിൽ കിട്ടിയ വിശുദ്ധരെക്കുറിച്ചുള്ള പഠനങ്ങളും പ്രചോദനങ്ങളുമാണ് രണ്ടുപേരെയും ഈ വിശുദ്ധ ജീവിതം നയിക്കുന്ന ആളുകളെ അന്വേഷിച്ചിറങ്ങാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള അന്വേഷണങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ കാർലോ അക്വിറ്റീസിനെ കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്തത്. കാർലോ അക്വിറ്റീസ് നമ്മുടെ ഈ ഫോട്ടോയിലൊക്കെ കാണുന്നത് പോലെ ചുറുചുറുക്കുള്ള ഈ ചെറുപ്പക്കാരൻ ജീവിച്ചത് 15 വയസ്സ് വരെ മാത്രം. നമുക്കൊരു മിനിറ്റ് കൂടെ നമ്മൾ കാർലോ അക്വിറ്റീസ് എങ്ങനെയാണ് കാർലോ അക്വിറ്റീസിൻ്റെ ആ ഒരു ജീവിത ഇത് നമുക്ക് പറയാം. അന്ന് ആദ്യത്തെ നമ്മുടെ എപ്പിസോഡിൽ ബ്രദേഴ്സ് പറഞ്ഞതുപോലെ അപ്പോൾ നമുക്ക് ഇവരെ കേൾക്കാം കൂടുതലായിട്ട്. കാർലോ അക്വിറ്റീസ് ജനിച്ചത് 1991 മെയ് 3-ാം തീയതി. ഇത് ക്വിസ് കോമ്പറ്റീഷൻ അല്ല, എന്നാലും എല്ലാവർക്കും വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി ഞാനിത് വീണ്ടും ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. മരിച്ചത് 2006 ഒക്ടോബർ 12-ാം തീയതി. നമുക്കറിയാം അതിന് ഇടയ്ക്കുള്ള മനോഹരമായ ഒരു കാര്യം കാർലോ അക്വിറ്റീസിൻ്റെ ജ്ഞാനസ്നാന സ്വീകരണം. പിന്നീട് 7 വയസ്സുള്ളപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ആ വിശുദ്ധ കുർബാന സ്വീകരണം വിശുദ്ധ കുർബാന സ്വീകരണം മുതൽ പിന്നീട് ദിവ്യകാരുണ്യ സ്വീകരണം മുടക്കാത്ത ഒരു കാർലോസ്. അതിനേക്കാളൊക്കെ ഉപരി ഇന്നത്തെ കാലഘട്ടത്തിന് ഇന്നത്തെ ഒരു കണ്ടംപററി വേൾഡിന് പറ്റിയ ഒരു വലിയ സാക്ഷ്യം ഉദാഹരണമാണ്. കാരണം അത്ര ചുറുചുറുക്കുള്ള ഇന്നത്തെ ഒരു മോഡേൺ സംവിധാനങ്ങളും ടെക്നോളജീസും പ്രത്യേകിച്ചൊരു കമ്പ്യൂട്ടറിൽ അതുപോലെ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. നമ്മൾ ഏതൊരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ മുറിയിൽ ഒത്തിരി പുസ്തകങ്ങളുണ്ട്. സ്വമേധയാ അത് അന്വേഷിച്ച് പഠിച്ച് അത് എന്തുദ്ദേശത്തിൽ അത് കർത്താവിന് വേണ്ടി ചില കാര്യങ്ങൾ ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും ഒരു വെർച്വൽ മീഡിയയിൽ കാണാനും അതിലൂടെ ക്രിസ്തുവിനെ പങ്കുവയ്ക്കാനും കഴിയണമെന്ന ആഗ്രഹത്തോടുകൂടി പഠിച്ച ഒരാളാണ് കാർലോസ്. ചുമ്മാ നമ്മൾ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് കാർലോസിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ ഏറ്റവും ഇഷ്ടമുള്ള 2 വാചകം പറയാം. കാർലോ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വിശുദ്ധനാണ്. നമുക്കെല്ലാവർക്കും ഒരു വെല്ലുവിളി തന്നെയാണ് കാർലോ. കാരണം എങ്ങനെയാണ് ഇന്നത്തെ ഈ ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഇടയിൽ പോലും എങ്ങനെ ഇത്ര മനോഹരമായ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ കാർലോയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലും നമ്മളൊരു വെല്ലുവിളിയായിട്ട് എടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് പാപ്പ ക്രിസ്തു ജീവിക്കുന്നു എന്ന ലേഖനത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഉപഭോഗ സംസ്കാരത്തിൽപ്പെട്ട് എല്ലാവരും പുത്തൻ അറിവ്, പുത്തൻ വസ്ത്രം, പുത്തൻ പണം, പുത്തൻ രീതി, പുത്തൻ സംസ്കാരത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പുതുമയെ നിർത്തിക്കൊണ്ട് തന്നെ വിശുദ്ധനായി ജീവിച്ച ഒരു വ്യക്തിയാണ് കാർലോ. നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ പുതുമയെ നിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെ ഒരു വിശുദ്ധനാകാമെന്നാണ് കാർലോ നമ്മളെ പഠിപ്പിക്കുന്നത്. താങ്ക് യു ബ്രദർ ജോൺ. കാരണം ടു ബി ദ സെയിൻസ് ഓഫ് ദ ന്യൂ മില്ലേനിയം അല്ലെ, അതാണ് നമ്മളോട് സഭ ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധരാവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതിന് നമ്മുടെ മുമ്പിൽ നല്ല ഒരു പ്രകാശ ഗോപുരമായി മാതൃകയായി ഉയർന്നു നിൽക്കുന്ന ആളാണ് കാർലോ. അതുപോലെ തന്നെ നമുക്ക് കാർലോയുടെ ജീവിതത്തിൻ്റെ ഓരോ വശങ്ങളിലേക്ക് നോക്കുമ്പോഴും അറിയാം കാർലോ എല്ലാം ചെയ്തിരുന്നത്, അതാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേരും, ഒരു സ്വർഗത്തെ ലക്ഷ്യമാക്കിയാണ്. കാർലോയുടെ ജീവിതത്തിൽ കാർലോ ഒരു പ്രത്യാശയുടെ മുഖമുള്ളൊരു വ്യക്തിയായിരുന്നു. നമുക്കും
എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു കാര്യം ഇതാണ്. പ്രത്യാശയുടെ മുഖം നമ്മൾ തേടുമ്പോൾ കാർലോയുടെ മുഖത്തേക്ക് നോക്കിയാൽ മതി. ഇന്ന് പല യുവജനങ്ങളും യുവാക്കളും നമ്മളെല്ലാവരും പല ദുഃഖങ്ങളും പല ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽപ്പെട്ട് ഉഴലുമ്പോൾ നമുക്ക് ഒരു പ്രത്യാശയുണ്ട്, സ്വർഗം നേടുമെന്നുള്ള പ്രത്യാശയുണ്ട്. അപ്പോൾ ആ സ്വർഗം നേടും എന്നുള്ള പ്രത്യാശയ്ക്ക് നമുക്ക് ഒരു വഴികാട്ടി തന്നെയാണ് കാർലോ, അതിലൊരു സംശയമില്ല. അപ്പോൾ കാർലോയെ പോലുള്ള ധീരാത്മാക്കളുടെ ധന്യാത്മാക്കൾ ഈ കാലഘട്ടത്തിൽ കുറേ വിശുദ്ധരുണ്ട്. അദ്ദേഹത്തിനെ പോലെ സമപ്രായകരായി ജീവിച്ചിട്ടുള്ള അവരുടെയെല്ലാം നാമകരണ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഞങ്ങൾ ആക്റ്റീവായിട്ട് അവരുടെ അസോസിയേഷനിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിയർ ആഞ്ചലോ, പിയർ ജിയാർജിയോ, ആൽബർട്ടോ മാർബലി, അങ്ങനെ കുറേ യുവാക്കളായ വിശുദ്ധരുണ്ട്. യുവതിമാരായ പിയറിന മോറിസിനി, ലൗറ വിസൂന, അങ്ങനെ പറഞ്ഞ കുറേ യുവതിമാരായ വിശുദ്ധരുണ്ട്. സാറ. ഈ അടുത്ത കാലത്ത് കുറേ എന്നോട് ദേവദാസ പദവിയിലേക്ക് കുറേ പേര് അങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇവരെല്ലാം സഭ വിശുദ്ധരായി അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ടവരായി ദേവദാസരായി ഉയർത്തുമ്പോൾ നമ്മളോട് പറയുന്നൊരു കാര്യം ഇതാണ്: എനിക്കും നമുക്കെല്ലാവർക്കും വിശുദ്ധരാകാം എന്നുള്ളൊരു പ്രത്യാശയാണ് സഭ നമുക്ക് മുൻപിൽ വെച്ചു തരുന്നത്. ഇവരെ ഈശോയെ മുൻനിരയിൽ വെച്ചുകൊണ്ട് ഈശോയെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവർക്ക് വിശുദ്ധരാകാൻ സാധിച്ചു. നമുക്കും ഇവർ സഞ്ചരിച്ച ആ വഴിയിലൂടെ സഞ്ചരിക്കാം. അവർ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ എളുപ്പമാർഗ്ഗമാണ്. നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം കൂടിയാണ് ഈ വിശുദ്ധർ. അതായത് സ്വർഗത്തിലേക്കുള്ള ഗോപിണി എന്ന് നമ്മൾ പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുമ്പോൾ ഈ സ്വർഗത്തിലേക്കുള്ള ഗോപിണിയായ പരിശുദ്ധ അമ്മയിലൂടെ പ്രവേശിക്കാൻ നമ്മെ സഹായിക്കുന്നത് വിശുദ്ധരാണെന്ന് ഒരു ബോധ്യമാണ് കാർലോ അക്വിറ്റീസ് നമുക്ക് നൽകുന്നത്. ഈ കാർലോ അക്വിറ്റീസുമായി നിങ്ങൾ ബന്ധപ്പെടാനുണ്ടായ സാഹചര്യം വിശുദ്ധരെക്കുറിച്ചുള്ള നിങ്ങളുടെ അന്വേഷണവും പഠനവുമാണ്. അതുപോലെ നിങ്ങൾ അതിനകത്തൊരു ആധികാരികത എന്ന് പറയുന്നത് നിങ്ങൾ ബന്ധപ്പെട്ടത് കാർലോയുടെ കുടുംബവുമായിട്ടാണ്, അമ്മയുമായിട്ടും കാർലോയെ പഠിപ്പിച്ച കാറ്റഗിസം പഠിപ്പിച്ച ആളുകളുമായിട്ടും, അല്ലെങ്കിൽ ഈ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സഭയിലെ ഇത്തരം കാര്യങ്ങളുടെ ഒരു പ്രോസസ്സ് ചെയ്യുന്ന ഇതിലുള്ള ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. ഇത് ഇത്തരത്തിലുള്ള ഇൻട്രാക്ഷനിലൂടെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ചില ബോധ്യങ്ങൾ, സ്വാധീനങ്ങൾ, കാർലോയെക്കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് കിട്ടിയ വ്യക്തിപരമായ ചില ബോധ്യങ്ങൾ നിങ്ങളെ അതെങ്ങനെ വ്യക്തിപരമായ ജീവിതത്തിൽ സഹായിച്ചു എന്നൊന്ന് രണ്ടുപേരും പറയാം. കാർലോയുടെ തീഷ്ണത നിറഞ്ഞ ജീവിതം എനിക്കും സഭയ്ക്ക് വേണ്ടി തീഷ്ണതയോടെ പോരാടുവാനുള്ള ഒരു ഉൾവിളിയാണ് നൽകുന്നത്. എനിക്കും കാർലോയെ പോലെ ഒരു വിശുദ്ധനാകാൻ സാധിക്കുമെന്നൊരു പ്രത്യാശ കാർലോ എനിക്ക് നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ ബ്രദർ ജോണിനെ കൂടെ കേട്ടിട്ട് ഞാൻ അതിലേക്ക് പറയാം. എനിക്ക് ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ട്. നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്ത ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എൻ്റെ ജീവിതത്തിൽ ഈ വിശുദ്ധരെ പറ്റി പഠിച്ചപ്പോഴും വിശുദ്ധരെ പറ്റി വായിച്ചപ്പോഴും പ്രത്യേകിച്ച് ഈ കാർലോയെ പറ്റി വായിച്ചപ്പോഴും എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു ബോധ്യം എന്ന് പറയുന്നത്, നമുക്കും ക്രിസ്തുവിന് വേണ്ടി എന്തോ ഒന്ന് ചെയ്യാനുണ്ട്, നമുക്കും ഒരു ദൗത്യമുണ്ട്. എല്ലാ വിശുദ്ധരുടെയും ജീവിതത്തിൽ അവർക്കൊരു പെസഫിക്കായിട്ടുള്ള ഒരു ദൗത്യം ദൈവം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാർലോയുടെ ജീവിതത്തിൽ കാർലോ ഇങ്ങനെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ കാർലോയുടെ ജീവിതത്തിൽ കാർലോയെ സ്വാധീനിച്ച വിശുദ്ധരുണ്ട് അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാകുന്നു എൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു കാര്യം ഞാൻ ചെയ്തു തീർക്കേണ്ടതുണ്ട്. ആ കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കുക, അത് ദൈവഹിതമാണെന്ന് മനസ്സിലാക്കുക, അതിന് പൂർണ്ണമായും വിട്ടുകൊടുക്കുക. അവിടെയാണ് ശരിക്കും ജീവിതത്തിൻ്റെ വിജയവും ദൈവം ആഗ്രഹിക്കുന്നത് അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടിപൊളി. കാരണം ഇപ്പോൾ ജോൺ പറയുന്നിടത്ത് വളരെ വ്യക്തതയുണ്ട് ഈ പറയുന്ന കാര്യത്തിന്. കാരണം ദൈവം എന്നിൽ നിന്ന് എന്തോ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാർലോയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പറയുന്നതെല്ലാം കാർലോ ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞ് ജീവിച്ചു എന്ന് നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ ഷെയർ ചെയ്തതാണ്. ഇവിടെ ഓരോരുത്തരും, ബ്രദർ ജോണും ബ്രദർ എഫ്രൈമും റൈജു വർഗീസും ഇവിടെ ഇന്ന് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രേക്ഷകരും ഇവിടെ വളരെ കൃത്യമായ ഒരു നിർദ്ദേശമാണ് കാർലോയുടെ ജീവിതം കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവം കരുതി വച്ചിരിക്കുന്ന വഴികളിലൂടെ വിശ്വസ്തയോടെ ദൈവഹിതമനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. അവിടെയാണ് എനിക്കതിന് ചെയ്യണം. അതിനകത്ത് ബ്രദർ ജോൺ ഉപയോഗിച്ച വാക്ക്, ഞാൻ അതിന് പൂർണ്ണമായും എന്നെ തന്നെ വിട്ടുകൊടുക്കണം. അങ്ങനെ വിട്ടുകൊടുത്ത ആളാണ് കാർലോ. അത് വിട്ടുകൊടുക്കാൻ ബ്രദർ ജോണിന് കാർലോ പ്രചോദനമായി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇവിടെ മറ്റൊരു വ്യക്തമായ കാര്യം, തീർച്ചയായിട്ടും നിങ്ങൾ കാർലോ ബ്രദേഴ്സ് എന്ന് അവരുടെ അമ്മ നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ നിങ്ങളൊരു വലിയ ഉത്തരവാദിത്തമാണ് നെഞ്ചിലേറ്റുന്നത്. കാർലോയെ പോലെ അനേകർക്ക് വിശുദ്ധരായി ജീവിച്ച് കാണിച്ചു കൊടുക്കാനുള്ള 2 വൈദികരെയാണ് സഭ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്കാണ് നിങ്ങൾക്ക് വലിയ ബോധ്യമുണ്ട്. അതൊരു കടമയാണ് നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നതൊരു കാര്യമുണ്ട്. ഇവിടെ ഞാൻ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു, സഭയ്ക്ക് വേണ്ടി വളരെ തീഷ്ണതയോടെ പ്രവർത്തിക്കാൻ കാർലോയുടെ തീഷ്ണത സഹായിച്ചു എന്ന് പറയുന്നത്, ഇന്ന് നിങ്ങളിവിടെ വന്നിരുന്ന് ഇങ്ങനൊരു കാര്യം ഷെയർ ചെയ്യാൻ തയ്യാറാവുന്നത്, ഇങ്ങനൊരു പുസ്തകം എഴുതാൻ ബ്രദർ എഫ്രൈമിനെ പ്രേരിപ്പിച്ചത്, മറ്റൊരർത്ഥത്തിൽ നിങ്ങൾ കാർലോ വോയിസ് എന്ന് പറയുന്ന ആ ഒരു ഡിജിറ്റൽ മാഗസിൻ നിങ്ങൾ റൺ ചെയ്യുന്നത്, ഇതെല്ലാം ആ തീഷ്ണതയുടെ ഒരു തുടർച്ചയാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തുടരുക തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ മറ്റൊരു മേഖലയിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്ന ഈ ഒരു ലാസ്റ്റ്
എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുമ്പോൾ കാർലോയുടെ ഒരിക്കൽ കൂടി നമ്മൾ ആവർത്തിച്ച് പറയണമെന്ന് വിചാരിക്കുന്ന ഇന്ന് ചെറുപ്പക്കാർ ഒരു ഡിജിറ്റൽ വേൾഡിലാണ്, അവരൊരു വെർച്വൽ വേൾഡിലാണ്. നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ പോലും ചുരുക്കം നാട്ടിൻ പ്രദേശങ്ങളിൽ ബോധപൂർവമായ ചില ശ്രമങ്ങളുടെ പേരിൽ ചില ഫിസിക്കൽ മീറ്റിംഗ്സ്, അല്ലാതെ പ്രായോഗികമായി നമ്മൾ ഒരുമിച്ച് വരുന്ന ചില ഒരുമിച്ച് വരവുകൾ ഉണ്ടെങ്കിലും മറ്റെല്ലാ മീറ്റിങ്ങുകളും തന്നെ ഇന്ന് ഒരു ഡിജിറ്റൽ വേൾഡിലാണ് നടക്കുന്നത് തന്നെ. എന്താണ് അത്തരത്തിലൊരു ഡിജിറ്റൽ വേൾഡിൽ ജീവിക്കുന്ന നമ്മളുടെ ടീനേജേഴ്സിനോട്, ചെറുപ്പക്കാരോട് കാർലോയുടെ ജീവിതവുമായി ചേർത്ത് കെട്ടി നമുക്ക് എന്താ പറയാനുള്ളത്? ആധുനിക യുഗത്തിൽ ജീവിക്കുമ്പോൾ തന്നെ കാർലോയ്ക്ക് നല്ലൊരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി സ്വയം വിട്ടുകൊടുക്കുക. ആ ഒരു വിട്ടുകൊടുക്കൽ നമുക്ക് സാധ്യമാകുമ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിലുള്ളതെല്ലാം ഇതിനു വേണ്ടിയുള്ള ഒരു മാധ്യമമായി മാറും. അതായത് ഇപ്പം കാർലോയുടെ ജീവിതത്തിൽ കാർലോയ്ക്ക് കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും എല്ലാം ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള മാധ്യമമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അന്വേഷിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഈ എല്ലാ മേഖലകളും നമുക്ക് നമ്മുടേതായ രീതിയിൽ ക്രിസ്തുവിന് വേണ്ടി കൊടുക്കുന്ന ഒരു മാധ്യമമായി ഉപയോഗിക്കാൻ നമുക്ക് കഴിയും എന്നത് തന്നെയാണ്. അങ്ങനെ കഴിയണം. ആ കഴിയുമ്പോഴാണ് ശരിക്കും നമ്മൾ ക്രിസ്തുവിൻ്റെ അനുയായികളും ക്രിസ്തുവിൻ്റെ പ്രേക്ഷിതരും ഒരു ക്രിസ്ത്യാനി എന്ന വാക്കിന് തന്നെ അർത്ഥമുള്ള മനുഷ്യരുമാകുന്നത്. കാർലോ ഏറ്റവും നല്ലത് കർത്താവിന് കൊടുത്തു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും നമ്മൾ എപ്പോഴൊക്കെയോ പരാമർശിച്ചു പോയതുപോലെ ഒരു പ്രൊഫഷണൽ ഇങ്ങനത്തെ ഒരു സ്കിൽഡ് കോഴ്സ് കമ്പ്യൂട്ടറൊക്കെ പഠിച്ച ഒരു പ്രൊഫഷണൽ ആൾ ചെയ്യുന്നതിനേക്കാൾ പെർഫെക്റ്റായിട്ടും അതുമാത്രമല്ല ഡെഡിക്കേഷൻ അവിടെ അതാണ് പ്രധാനം. കാരണം 2.5 വർഷം കഷ്ടപ്പെട്ടാണ് ഇങ്ങനത്തെ ചില ഈ ഒരു സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി ഡിജിറ്റൽ സംവിധാനങ്ങൾ, വെബ്സൈറ്റും ഇതുപോലെ അതിലൂടെ സാധ്യമായ വെർച്വൽ മ്യൂസിയം ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടത്. എപ്പോഴോ അമ്മ പറഞ്ഞതായിട്ട് ബ്രദർ എഫ്രൈം പരാമർശിക്കുന്നുണ്ടായിരുന്നല്ലോ, ഒരു കുടിക്കാനുള്ള ഗ്ലാസ് പാല് കൊണ്ടുവച്ചാൽ പോലും അത് പലപ്പോഴും മറന്നുപോയി തണുത്ത് ആറിക്കഴിയുമ്പോൾ അമ്മ അടുത്ത് പോയിട്ട് പറയണം വീണ്ടും കഴിക്കാൻ. അപ്പോഴും പലപ്പോഴും പറയണം ഞാൻ എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നത് എന്ന്. നമ്മളുടെ ഒരു എപ്പിസോഡ് അവസാനിപ്പിച്ചത് തന്നെ നമ്മൾ അങ്ങനെയാണ്. കാരണം ഈശോയ്ക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്യുമ്പോൾ അതെൻ്റെ പഠനത്തെ ബാധിക്കില്ല, ഒന്നുമില്ല. ഞാൻ ഈശോയ്ക്ക് വേണ്ടി സമയം മാറ്റി വയ്ക്കുമ്പോൾ ഈശോ എൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കുമെന്ന് പറഞ്ഞ ഒരു ഇതാണുള്ളത്. തീർച്ചയായിട്ടും അതിനോട് എന്താണ് ആഡ് ചെയ്യാനുള്ളത് ഇപ്പോൾ? എനിക്ക് അതിനോട് ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം ഇതാണ്. നമ്മുടെ ഈ സമൂഹത്തിൽ ധാരാളം എക്സ്പേർട്സ് ഉണ്ട് പല കാര്യങ്ങളിലും, പല മേഖലകളിലും, ഇപ്പം മീഡിയ ഉപയോഗിക്കാനാണെങ്കിലും അവരെല്ലാവരും സത്യസന്ധമായ കാര്യങ്ങൾ സഭയുടെ പാരമ്പര്യവും സഭയുടെ മജിസ്റ്റേരിയവും മാർപ്പാപ്പയുടെ പഠനങ്ങളോടും ചേർന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ, അതിനുള്ള ഒരു മീഡിയമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ തെറ്റിദ്ധാരണകളും പ്രത്യേകിച്ച് പെന്തക്കോസ്ത മറ്റുള്ള സമൂഹങ്ങൾ അവരൊക്കെ ഉരുവാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റിദ്ധാരണകൾ കുത്തിവെക്കുമ്പോൾ അവർ എന്ത് വിശ്വസിക്കണം, അവർക്ക് സത്യാവസ്ഥ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് അവരെല്ലാം വഴുതി പോകാറുണ്ട്. അപ്പോൾ സത്യത്തെ നമ്മൾ പറയുന്നത്, ഈശോ പറയുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പം സത്യത്തിൻ്റെ പരിപൂർണതയിലേക്ക് നയിക്കും. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഉപകരണമായിട്ട് മാധ്യമത്തെ നാം മാറ്റണം. അതിനുള്ളൊരു ആഹ്വാനമാണ് കാർലോയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഉപകരണമായിട്ട് നമുക്കൊരു കാര്യം കൂടെ യുവജനങ്ങളോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ എന്നും പരിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിക്കുന്നതാണ്. നമ്മുടെ അതരത്തിൽ, നമ്മുടെ ഉള്ളിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട്. ഈശോ എന്നും നമ്മുടെ കൂടെയുണ്ട്. ആ ഉള്ള ഈശോ ഉള്ള ആ സാഹചര്യത്തിൽ നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ ശാരീരിക അവയവങ്ങളെല്ലാം അതെല്ലാം ഈശോയുടെ ചൈതന്യം കൊണ്ട് നിറഞ്ഞിരിക്കുക, പ്രകാശം നമ്മളിലുണ്ട്. ആയതിനാൽ നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയ മുഴുവൻ ഈശോയെപ്പറ്റി, അതായത് നിങ്ങൾ ഇങ്ങനെ ഒരു മാക്സിമിലിയൻ കോൾവേ പറയുന്നൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ സംസാരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും നിങ്ങൾ കരയുമ്പോഴും എല്ലാം നിങ്ങളുടെ നാവിൽ നിന്നും നിങ്ങളുടെ മനസ്സിൽ നിന്നും വരേണ്ട ഒരു പ്രതിഫലനേ ഉണ്ടാകുള്ളൂ, ഈശോയുടെ മഹത്വത്തിന് വേണ്ടി. എല്ലാം ഈശോ, സർവോപരി ദൈവ മഹത്വത്തിന് വേണ്ടി. ആ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ എല്ലാം ചെയ്യുമ്പോൾ അത് ദൈവമഹത്വത്തിന് വേണ്ടിയായി കാഴ്ചവെക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എല്ലാവർക്കും വിശുദ്ധരാകാം. ഈ മാധ്യമങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഉപകരണമായി തീരും അവിടെ. താങ്ക് യു ബ്രദർ എഫ്രൈം. ഇവിടെ നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ തന്നെ പേര് ഹൈവേ ടു ഹെവൻ ആണെന്ന് നമ്മൾ പരാമർശിക്കുകയുണ്ടായി. ഇത് വളരെ അർത്ഥവത്തായ ഒരു പേരാണ്. കാരണം സ്വർഗത്തെ ലക്ഷ്യമാക്കി കാർലോ ജീവിച്ചിരുന്നു. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും സ്വർഗം എന്ന് പറയുന്നൊരു ലക്ഷ്യം അവൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കാർലോയുടെ ജീവിതത്തിൻ്റെ അവസാനം ഒരുപക്ഷെ ഇതുപോലെ അടിച്ചുപൊളിച്ച് നടന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ അടിച്ചുപൊളിച്ച് തന്നെ ഈ ലോകത്തിന് മടങ്ങിപ്പോയി. പക്ഷെ അടിച്ചുപൊളിക്കാവുന്ന ഒരു മാനസിക സാഹചര്യമല്ല കാർലോയുടെ അവസാനം എന്ന് പറയുന്നത്. ഒരു ലുക്കീമിയ, ക്യാൻസർ വന്ന് മരിച്ചു. പക്ഷേ മരണത്തെ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള പ്രവേശന കവാടമായി കാണണമെന്നുള്ള
ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കാതലിനെ മനസ്സിലാക്കിയ ആളായിരുന്നു കാർലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്താണ് നമുക്ക് ആ മരണനാളുകളെക്കുറിച്ച് കാർലോയുടെ വീട്ടുകാർ പറഞ്ഞ ചില ഓർമ്മകൾ ഇത്തരത്തിൽ ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ? അതായത് ഇത് ഇവിടെ അവസാനിക്കുന്നതല്ല, പുതിയൊരു ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ് എന്ന ബോധ്യത്തിലുള്ള കാർലോയുടെ ഒരുക്കങ്ങളും അതിനുള്ള തയ്യാറെടുപ്പും. ഇത് പറഞ്ഞപ്പോഴേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം ഇതാണ്. ഈ കഴിഞ്ഞ ബർത്ത്ഡേക്ക്, കാർലോയുടെ ബർത്ത്ഡേക്ക്, കാർലോയുടെ അമ്മ ഞങ്ങൾക്കൊരു മെസ്സേജ് തന്നു. അതായത് മാഗസിനിൽ ഇടാൻ വേണ്ടി തന്നൊരു മെസ്സേജാണ്. ആ മെസ്സേജിനകത്ത് പറഞ്ഞ കാര്യമാണ് എനിക്ക് അതേപടി ഓർമ്മ വരുന്നത്. അതായത് കാർലോയുടെ മരണത്തെപ്പറ്റി അമ്മ അവിടെ നല്ലവണ്ണം വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതായത് അവൻ്റെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജനനമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നൊരു എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു, അവൻ്റെ മരണം പുതിയ ജനനമാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള ജനനം. സ്വർഗത്തിലാണ് അവൻ ഈശോയെ കണ്ടുമുട്ടുന്ന, അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഒരു അമ്മയുടെ വായിൽ നിന്ന് വരുന്നൊരു വാക്കാണിത്. ഇപ്പം ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് വളരെയധികം വിഷമം ഉണ്ടാകും. അമ്മയെ അതിനെ ഓർത്ത് കരയും. അപ്പം ഞാൻ സ്വർഗത്തിലാണ് എന്നുള്ളൊരു ചിന്ത അമ്മയ്ക്കുണ്ടെങ്കിൽ അമ്മയ്ക്കൊരു പ്രത്യാശ നൽകും. അതുപോലെയാണ് കാർലോയുടെ അമ്മ പറയുന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് വളരെയധികം, ലാസ്റ്റ് നിമിഷം കാർലോയുടെ അമ്മ പറഞ്ഞൊരു കാര്യം ഇതാണ്. കാർലോ ബെഡ്റിഡനായി കിടക്കുക, ഹോസ്പിറ്റലിൽ ബെഡിൽ കിടക്കുന്ന ആ സാഹചര്യത്തിൽ അമ്മയോട് പറഞ്ഞൊരു കാര്യമാണ്, അമ്മ കരയരുത്, എനിക്ക് രോഗിലേപനം വേണമെന്ന് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പ്രതിപാദിച്ചു രോഗിലേപനം എന്ന കൂതാശ. അപ്പം കാർലോയെ സംബന്ധിച്ചിടത്തോളം കൂതാശകളെല്ലാം ഭയങ്കര വിലമതിച്ചിരുന്നവൻ, എല്ലാ കൂതാശകൾക്കും. അവൻ ഒരുപക്ഷെ ലാസ്റ്റ് ഒരു കാര്യം കൂടെ എനിക്ക് പ്രതിപാദിക്കാൻ, ഇവൻ മരിക്കുന്നതിന് മുമ്പ്, ഈ അസുഖം പിടിപെടുന്നതിന് മുമ്പ് അവൻ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ ഞാൻ നാളെ ഒരു പുരോഹിതനായിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് പ്രശ്നം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നീ പുരോഹിതനാവുകയാണെങ്കിൽ അത് ദൈവഹിതമാണ് അവിടെ നിറവേറാൻ പോകുന്നത്, ദൈവത്തിൻ്റെ ഹിതം നിറവേറും. ആദ്യം അമ്മ അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നീട് നിരുത്സാഹപ്പെടുത്താൻ പോയപ്പോഴും അമ്മേ ഞാൻ ഒരു പുരോഹിതനാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ മരണക്കിടക്കയെ വെച്ച് അവനത് തീർച്ചയായിട്ടും അവനൊരു വിഷമം ഉണ്ടായി കാണും. അവൻ്റെ ആ ഒരു ആഗ്രഹം നടന്നില്ലല്ലോ എന്ന്, ഈശോയെ കൈകളെടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു ആഗ്രഹം നടന്നില്ലല്ലോ എന്നൊരു ദുഃഖം അവനുണ്ടായിരിക്കും. പക്ഷേ ആ ദുഃഖത്തിലുപരി അവന് ഈശോയെ കാണാനുള്ളൊരു ആഗ്രഹം അവൻ്റെ മുഖത്ത് പ്രതിഫലിച്ചിരുന്നു എന്നത് കാർലോയുടെ അമ്മ പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലാക്കി. അതായത് അവൻ മരണക്കിടക്കയിൽ വെച്ച് അവൻ്റെ മുഖം ഒരു വെള്ളരിപ്രാവിനെ പോലെ പ്രക്ഷോഭിച്ചിരിക്കുന്ന ഒരു മുഖമായിരുന്നെന്ന് കാർലോയുടെ അമ്മ പറയുന്നത് കേൾക്കാൻ ഞാൻ ഇടയായിട്ടുണ്ട്. ധാരാളം ആളുകൾ മരണത്തെ ഭയന്ന് മരണത്തിലേക്ക് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. മരിക്കുമോ എന്ന് പേടിച്ച് മരണത്തിലേക്ക് ജീവിച്ച് വളരെ വേഗത്തിലെടുത്തു പോകുന്ന ആളുകളാണ്. ഇന്ന് എന്തുമാത്രം ഹാർട്ട് അറ്റാക്സും പ്രശ്നങ്ങളും ടെൻഷൻ്റെ പേരിലുണ്ടാകുന്നു. ഇവിടെ കാർലോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇത് നിരാശപ്പെടേണ്ടതല്ല, മരണം ഭയപ്പെടേണ്ട ഒന്നല്ല, ദൈവം നമുക്ക് അനുവദിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിലൊന്നാണ്. കാരണം നിത്യജീവനിലേക്ക്, സ്വർഗത്തിലേക്ക് ഒരു പ്രവേശനം സാധ്യമാകുന്നതാണ്. എൻ്റെ ഓട്ടത്തിന് കിട്ടുന്ന അവാർഡാണ്. അപ്പോൾ അതിലേക്ക് നമുക്കെല്ലാവരും ലക്ഷ്യം വെച്ച് ജീവിക്കണമെന്ന് തന്നെയാണ്. ഇവിടെ നമ്മൾ ഒരുപക്ഷെ ആ ഫാമിലിയെ നമ്മളൊന്ന് സല്യൂട്ട് ചെയ്യണം. കാരണം കാർലോ തീർച്ചയായിട്ടും സാധാരണ ഫാമിലിയിൽ നിന്ന് വ്യത്യസ്തമാണ്. പലപ്പോഴും പല വിശുദ്ധരുടെ കാര്യത്തിലും നമ്മൾക്ക് കാണുന്നത് വീട്ടുകാർ, അമ്മ, അപ്പൻ, ഇവരൊക്കെ അവരെ ഈ ഈശ്വര വഴിയിലേക്ക് നിർബന്ധിച്ച്, തീർച്ചയായിട്ടും ഇവിടെ വീട്ടുകാരുടെ റോളുണ്ട്, വല്യമ്മച്ചിക്ക് വലിയ റോളുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കണ അമ്മയ്ക്കും അപ്പനും വലിയ റോളുണ്ട്. എവിടെ മുതലാണ് കാർലോ ഒരു ദൈവിക ചൈതന്യത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ആ ചൈതന്യം പേറിക്കൊണ്ട് ഒരു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി നടക്കാൻ തുടങ്ങിയ നാൾ മുതൽ, അത് മനസ്സിലായ നിമിഷം മുതൽ ഈ അപ്പനും അമ്മയും ചേർന്ന് നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാർലോയെ വളരെ ആത്മാർത്ഥമായിട്ട്. ഞാൻ ഒരിക്കലും ഏതൊരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ കുട്ടികൾ പല വിധത്തിൽ തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ സഹായത്തോടെയോ മറ്റു വഴിയിലോ നമ്മുടെ പള്ളികളിലൊക്കെ ഇന്ന് കാറ്റക്കിസം മുടക്കിയിട്ട് കുട്ടികളെ മറ്റ് എൻട്രൻസ് കോച്ചിങ്ങുകളും പരിപാടികളും വലിയ സാഹസികമായ ട്രെയിനിങ്ങുകൾക്കൊക്കെ വിടാനാണ് കാരണവന്മാർക്ക് ബദ്ധത. പള്ളിയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, ട്യൂഷന് പോകണം, പള്ളിയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ചെയ്യണം. ഇത് നമ്മുടെ നാട്ടിൽ എന്നും കേൾക്കുന്ന പാട്ടാണ്, വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ എങ്കിലും ഇവിടെയാണ് നമ്മൾ പറയുന്നത് മക്കളുടെ ആ ഒരു, കാരണം എല്ലാ കുഞ്ഞുങ്ങളും ഈ ദൈവിക ചൈതന്യത്തോടെ തന്നെയാണ് ജനിക്കുന്നത്. ഏത് ജാതി മതസ്ഥരായിക്കോട്ടെ, എല്ലാ കുഞ്ഞുങ്ങളും ഈ ഭൂമിയിൽ ജനിക്കുന്നത് ദൈവിക ചൈതന്യത്തോടെ തന്നെയാണ്. ആ ചൈതന്യത്തിൻ്റെ ദിശയിലേക്ക്, ആ ചൈതന്യം പേറി നടക്കുന്ന കുഞ്ഞിനെ ദൈവോന്മുഖരായിട്ട് യേശുക്രിസ്തുവിലേക്ക് നടത്തി വളർത്തുക, ത്രിത്വൈക ദൈവത്തെ ധ്യാനിച്ച് വളരുന്ന ആളുകളായിട്ട് വളർത്തുക എന്നത് എല്ലാ മാതാപിതാക്കളും ഒരുക്കി കൊടുക്കേണ്ട ഒരു വഴിയാണ്. അവിടെ എവിടെയോ ജീവിതത്തിൻ്റെ ലോകമോടുന്ന വ്യഗ്രതയുടെ നടുവിൽ നമ്മുടെ പ്രയോറിറ്റീസ് മാറിപ്പോകുന്നു, മുൻഗണനകൾ മാറിപ്പോകുന്നു. നമ്മൾ സെറ്റ് ചെയ്യുന്ന ട്രാക്ക്
തെറ്റായ ദിശയിലേക്ക് പോകുന്നു. നമ്മുടെ എല്ലാ ഉദ്ദേശം, ഞാൻ 3 കുട്ടികളുടെ അപ്പനാണ്, എല്ലാ മാതാപിതാക്കളുടെ ആഗ്രഹം കുഞ്ഞുങ്ങളുടെ നന്മ മാത്രമാണ്. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് അവർ പറയുന്ന എല്ലാം മേടിച്ചു കൊടുത്ത് അതിനുവേണ്ടി പണമുണ്ടാക്കി ജീവിതമില്ലായ്മ ചെയ്യുന്ന മാതാപിതാക്കളാണ് ബഹുഭൂരിപക്ഷം മാതാപിതാക്കളും. പക്ഷേ മക്കൾക്ക് വേണ്ടി ജീവിതം ഇല്ലാതാക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം മറന്നുപോകുന്നു. ദൈവോന്മുഖരായി ക്രിസ്തുവിലേക്ക് നോക്കി നടക്കാൻ അവരെ പഠിപ്പിക്കേണ്ടത് നമ്മൾ മറന്നുപോകുന്നു. ആടിയ കാർലോയുടെ മരണത്തെപ്പറ്റി നമ്മൾ പ്രതിപാദിച്ചു. അപ്പോൾ ഈ കാർലോയുടെ ഈ മരണത്തിൽ അവൻ സന്തോഷവാനായിരുന്നു എന്നത് നമുക്കിപ്പോഴും തെളിവുകൾ ഉള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കബറിടം ഈ അടുത്ത കാലത്ത് ഓപ്പൺ ചെയ്തു. തുറന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം അഴുകാതെ അന്ന് അവൻ മരിച്ച് കിടന്നപ്പോൾ എത്ര സന്തോഷത്തോടെ അവൻ ചിരിച്ചിരുന്നു. ആ പുഞ്ചിരിയുള്ള മുഖത്തോടു കൂടി അവൻ്റെ ശരീരം ഇന്നും അഴുകാത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് വത്തിക്കാൻ ഇതുവരെയായിട്ടും അതിൻ്റെ ഫോട്ടോ വെളിയിൽ വിട്ടിട്ടില്ല. പക്ഷേ എങ്കിലും കാർലോയുടെ അമ്മ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു. അപ്പോൾ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം ഇതാണ്, അന്ന് അമ്മ പറഞ്ഞ കാര്യമെല്ലാം സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് കാർലോയുടെ ആ മുഖം ചിരിച്ചുകൊണ്ട് നമ്മൾ ഈ ചിത്രങ്ങളിലെല്ലാം കാണുന്ന പോലെ ആ സന്തോഷവാനായ ഒരു മുഖമാണ് അവിടെ കാണുന്നത്. ഒരു പ്രത്യാശ തീർച്ചയായിട്ടും നമുക്കും കാർലോയുടെ മരണത്തെ കാർലോ ഒരു ആസ്വദിച്ച പോലെ നമുക്ക് നമ്മുടെ മരണത്തെ ആസ്വദിക്കാൻ ഒരു വെല്ലുവിളിയാണ് കാർലോ ഉയർത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഇവിടെ ഈ ടീനേജേഴ്സായിട്ടും യൂത്തായിട്ടുള്ള ആളുകളോട്, ഇവൻ താഴെയുള്ള പിള്ളേരോടൊക്കെ ആണെങ്കിലും പറയാനുള്ളത്, നമുക്ക് നോക്കാം. ഈ കാർലോ അക്വിറ്റീസിൻ്റെ ഒരു ഷോൾഡർ ബാഗൊക്കെ ഇട്ട് സൺഗ്ലാസ് ഒക്കെ വെച്ച് നല്ല കിടിലനായിട്ട് നിൽക്കുന്ന ഒരാളാണ്. നമുക്ക് ആർക്കും ഇഷ്ടപ്പെടും അല്ലേ ആ ഒരു സ്റ്റൈൽ, ആ ഒരു രീതി. അങ്ങനെയുള്ള എൻ്റെയൊക്കെ പ്രായം കഴിഞ്ഞ് വയസ്സനായി, ഇവരൊക്കെ പിന്നെയും കുറച്ചുകൂടെ എങ്ങാണ്. പക്ഷേ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ, ടീനേജേഴ്സ് യൂത്തായിട്ടുള്ള നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ ആ ചോരത്തിളപ്പും ചുറുചുറുക്കുമുള്ളൊരു ചെറുപ്പക്കാരൻ നടന്ന വഴിയിലൊക്കെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി നടക്കുന്നു. ഉള്ളിൽ കൂട്ടുകാരും സൗഹൃദവും ബഹളവും ഓളവും ഒക്കെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഓളം വെച്ച് നടക്കുന്ന സമയത്ത് പോലും ആ ഓളത്തിൻ്റെ നടുവിലും ഉള്ളിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ നിശബ്ദത കാത്തു സൂക്ഷിക്കുന്നു. എന്താ അടിപൊളിയായിട്ടാണ് പടിപടിയായിട്ട് നടന്ന് ചെയ്യാവുന്നതെല്ലാം ഈശോയ്ക്ക് വേണ്ടി ചെയ്ത്. പക്ഷേ ഇന്ന് കാർലോ അക്വിറ്റസ് ഒരുപക്ഷെ സഭയിൽ മുഴുവൻ വലിയൊരു സമ്പാദ്യമായി ഒരു ഡിജിറ്റൽ വേൾഡിൽ ഇത്രയും മനോഹരമായ ഒരു സുശേഷ പ്രഘോഷണ സാധ്യതകൾ ചൂണ്ടിക്കാണിച്ച് തരുമ്പോൾ ഓരോരുത്തർക്കും ദൈവം ഓരോ കാരിസം കൊടുക്കുന്നുണ്ട്. ദൈവം ഓരോരുത്തർക്കും അവരവരെ ആ ഒരു പ്രേക്ഷിത വിളി ജീവിക്കാനുള്ള വ്യത്യസ്തങ്ങളായ ശൈലികളും സാഹചര്യങ്ങളും ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അത് കണ്ടെത്താൻ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം. ചുറ്റും തിരിഞ്ഞ് നോക്കാം, അയൽവക്കത്തേക്ക് നമുക്ക് കണ്ണോടിക്കാം, ചുറ്റുമുള്ളവരിൽ നമുക്ക് ദൈവത്തെ കാണാം, നമുക്ക് നമ്മുടെ പ്രേക്ഷിത വഴി മുന്നോട്ട് പോകാം. ഞാൻ ഒറ്റ കാര്യം വീണ്ടും ആവർത്തിക്കുന്നു, എല്ലായിടത്തും കാർലോ സ്വർഗത്തെ ലക്ഷ്യമാക്കിയതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രധാന വഴിയായിട്ട് കാർലോ കണ്ടത് മറ്റുള്ളവർക്ക് ഈശോയെ സമ്മാനിക്കുന്നതാണ്. നമുക്ക് അന്ന് ആഡ് ചെയ്യാം അതിനെക്കുറിച്ച്. ജീവിതം മുഴുവൻ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ച കാർലോ മറ്റുള്ളവർക്ക് ഈശോയെ പകരാൻ കഴിഞ്ഞത് അവൻ്റെ ഒരു സൗഹൃദ പെരുമാറ്റത്തിലൂടെ മാത്രമല്ല, ജീവിത രീതിയിലൂടെയാണ്, ജീവിത ശൈലിയിലൂടെയാണ്. മറ്റുള്ളവരെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു ഇവന് വേറെ ഏതോ ഒരു മാലാഖയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അധ്യാപകർ തന്നെ പറയാറുണ്ട് മാലാഖയെ പോലെയുള്ള പെരുമാറ്റമായിരുന്നു, മാലാഖയ്ക്ക് അടുത്ത ഒരു ജീവിത വിശുദ്ധിയായിരുന്നു കാർലോയ്ക്കുണ്ടായിരുന്നത്. അത് മറ്റുള്ളവരോട് അവൻ പറയാതെ തന്നെ അവർക്ക് മനസ്സിലാവുകയാണ് കാർലോയുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധമായ ജീവിതമാണ് കാർലോ നയിക്കുന്നത്. അതാണ് ശരിക്കും ഇങ്ങനെ ഇവനെ പോലെയുള്ള ഈ സന്തോഷം ഈ കാർലോയുടെ മുഖത്ത് നോക്കുമ്പോൾ അവൻ്റെ ആ സന്തോഷവും അവൻ്റെ ആ പ്രസന്നതയും അവർക്കെല്ലാവർക്കും ഒരു ആകാംക്ഷയായിരുന്നു, എങ്ങനെ ഇത് സ്വന്തമാക്കാം. ആ ഒരു ആകാംക്ഷ സ്വന്തമാക്കാൻ കാർലോ പറയുന്നത് വിശുദ്ധ കുർബാനയെ ലക്ഷ്യം വെച്ച് ജീവിക്കുക, സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുക. വിശുദ്ധ കുർബാനയാണ് സ്വർഗത്തിലേക്കുള്ള ഏറ്റവും പരന്ന വിശാലമായ വഴി. നിങ്ങൾ വിശുദ്ധ കുർബാനയെ പൂർണ്ണമായി സ്നേഹിക്കുക. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ ലക്ഷ്യമാക്കി എടുക്കേണ്ടത്. ഈ വിശുദ്ധ കുർബാനയെ ലക്ഷ്യമാക്കി ജീവിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിലുണ്ടാകുന്ന ആ പ്രസന്നത നമ്മുടെ മുഖത്തും ഫലിക്കും. നമ്മൾ ഒരു മാലാഖയാകും, നമ്മൾ മാലാഖയ്ക്ക് അടുത്ത വിശുദ്ധരാകും. തീർച്ചയായിട്ടും വേറെ സന്തോഷമുണ്ട്. ആടിയൻ, എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. അതായത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യം അതെന്തോ ആകട്ടെ, നമ്മളിപ്പോൾ കൂട്ടുകാരോടൊത്ത് ഉല്ലസിക്കുകയാണെങ്കിൽ ഉല്ലസിക്കാം. നമ്മളായിരിക്കുന്ന ആ സാഹചര്യത്തിൽ നമുക്ക് വിശുദ്ധി പ്രതിഫലിക്കാൻ, ബ്രദർ ജോൺ പറഞ്ഞ പോലെ വിശുദ്ധി പ്രതിഫലിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് വിശുദ്ധരാകുന്നത് നമ്മുടെ സാഹചര്യങ്ങൾ. നമ്മളിപ്പം പഠിക്കുമായിരിക്കും, ജോലി ചെയ്യുന്നവരാകാം, നമ്മൾ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അഡിക്ഷൻ ഉണ്ടാകും, ഇപ്പം മദ്യപാനം, മയക്കുമരുന്ന്, എന്തെങ്കിലും ഒരു അഡിക്ഷൻ ഉണ്ടാകാം. പക്ഷെ അതിൽ നിന്നെല്ലാം തിരികെ വരാനുള്ളൊരു വിളിയും കാർലോ അക്വിറ്റീസ് തരുന്നുണ്ട് നമുക്ക്. കാർലോ അക്വിറ്റീസ് ഒരാളുടെ കൺവേർഷന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അപ്പം അയാളത് തിരികെ വന്ന കാര്യവും
പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാം ഒരു വെല്ലുവിളിയാണ് കാർലോ തരുന്നത്. യുവാവായ കാർലോ നമുക്ക് നൽകുന്ന ഒരു വെല്ലുവിളി ഇതാണ്: എനിക്കും നമുക്ക് എല്ലാവർക്കും വിശുദ്ധരാകാം നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ. അത് എന്തു ആകട്ടെ, നമ്മൾ പാവപ്പെട്ടവരാകാം, ഉയർന്ന ജീവിതാവസ്ഥയുള്ളവരാകാം, നല്ല ഉദ്യോഗസ്ഥരാകാം, എന്നിരുന്നാലും നമുക്ക് വിശുദ്ധരാകാം. വിശുദ്ധ എന്ന പദവി നമുക്കും അന്യമല്ല. ഇന്ന് കാർലോ അക്വിറ്റസ് സഭയിലെ വലിയൊരു ലീഡറായി ഉയർത്തപ്പെടുകയാണ്. കാരണം പലപ്പോഴും നമ്മുടെ ഒരു ലീഡർഷിപ്പിൻ്റെ ഡെഫിനേഷൻ തന്നെ ആദ്യകാലങ്ങളിലൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നത് വൺ ഹൂ ലീഡ്സ് അതേഴ്സ് എന്നുള്ളതാണ്, മറ്റുള്ളവരെ മുമ്പിൽ നയിക്കുന്നവരാണ്. പിന്നീട് ഈ ലീഡർഷിപ്പ് വേൾഡിലെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ വൺ ഹൂ ഇഫക്റ്റീവ്ലി ഇൻഫ്ലുവൻസസ് അതേഴ്സ് എന്നുള്ളതാണ്. ഇന്ന് അതും മാറി വൺ ഹൂ ഇഫക്റ്റീവ്ലി ഇൻഫ്ലുവൻസസ് അതേഴ്സ് ആൻഡ് മേക്സ് ചേഞ്ചസ് എന്നുള്ളതാണ്. കാർലോ അങ്ങനെ ഒരു വലിയ സ്വാധീനത്തിലൂടെ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരാളാണ്. എവിടെ? കുടുംബത്തിൽ, അയൽപക്കത്ത്, ഇടവകയിൽ, പഠിച്ച സ്ഥലത്ത്. അതുകൊണ്ടാണല്ലോ കാർലോയെക്കുറിച്ച് അധ്യാപകർ പോലും ഇത്ര വ്യക്തതയോടെ പറഞ്ഞു. ഒരു അധ്യാപകൻ പറഞ്ഞായിട്ട് നമ്മൾ കേട്ടത്, അധ്യാപകനോ പറഞ്ഞായിട്ട് കേട്ടത് മാലാഖയായിരുന്നു എന്നാണ് നമ്മൾ കേട്ടത്. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ഇത്ര എല്ലാത്തിൻ്റെയും നടുവിൽ ഉള്ളിൽ നിശബ്ദത സൂക്ഷിച്ചിരുന്ന അത്ര മിടുക്കനായിട്ടൊരാളായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്ന് സ്വർഗത്തിലിരുന്നു കൊണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരുപക്ഷെ സ്വർഗത്തിൽ വലിയൊരു വെർച്വൽ വേൾഡ് തീർത്തുകൊണ്ടിരിക്കുകയായിരിക്കും കാർലോ എന്ന് നമുക്ക് അഭിമാനിക്കാം. ഇവിടെ നമ്മൾ വളരെ ശാന്തതയോടെ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, നമ്മൾ എല്ലാം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ എല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം, യേശുവുമായിട്ടുള്ള ഒരു ആഴമായ ബന്ധം. അതിനെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് ഈ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്തേക്ക് പോകും. ഈശോയുമായുള്ള ഗാഢബന്ധം അവൻ പരിശുദ്ധ കുർബാനയിലാണ് പുലർത്തിയിരുന്നത്. വളരെ ചെറുപ്പം മുതലേ അവൻ പരിശുദ്ധ കുർബാനയെ, ബ്രദർ ജോൺ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെമ്മരിയാടിൻ്റെ ടോയെ പറ്റി പറഞ്ഞ ഒരു കളിപ്പാട്ടം, ആ കളിപ്പാട്ടത്തിൽ നിന്ന് അവൻ തിരിച്ചറിഞ്ഞു ഈശോയെ. അപ്പോൾ ആ ബന്ധം അവൻ മരണം വരെ പരിശുദ്ധ കുർബാനയിലും നിലനിർത്തി. പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയും ലഭിച്ച ആ ബന്ധം മരണത്തിൽ പോലും അവൻ കൈവിട്ടില്ല. അതുകൊണ്ട് അവൻ സ്വർഗത്തിൽ ദൈവപിതാവിൻ്റെ മടുക്കൽ ചെന്നപ്പോൾ അവന് അത് പ്രശംസായോഗ്യമായ ഒരു ബന്ധമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും അത് ജോൺ വളരെ ചെറുതായിട്ട്. കാർലോയുടെ ജീവിതം നാം ശ്രദ്ധിക്കുമ്പോൾ ഓരോ വയസ്സും കൂടുമ്പോഴും കാർലോ തൻ്റെ ജീവിതത്തിൽ ഈശോയുള്ള ബന്ധം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഈശോയെ അറിയുന്നു, പിന്നീട് ഈശോയെ മറ്റുള്ളവരെ അറിയിക്കുന്നു, പിന്നീട് ആ ഒരു ജീവിതം തൻ്റെ ജീവിതമായി മാറി വിശുദ്ധ കുർബാനയായി മാറി മരിക്കുന്നു. 1991 ജനിച്ച് 91 മെയ് 3 ജനിച്ച് 2006 ഒക്ടോബർ മാസം 12 മരണപ്പെട്ട് 15 വർഷം മാത്രം ഈ നാട്ടിൽ ജീവിച്ച കാർലോ അക്വിറ്റസ് ഇന്ന് നമ്മളെ 3 പേരെയും ഇവിടെ കൊണ്ടുവന്ന് ഇതുപോലെ ഒരു ഡിജിറ്റൽ വേൾഡ് അല്ലെങ്കിൽ ഒരു മീഡിയയിൽ കൂടെ ഇവാഞ്ചലൈസേഷൻ നടത്തുന്ന ശാലോം TV-യിൽ നമ്മളെ എത്തിച്ചത് ദൈവത്തിൻ്റെ തീരുമാനമാണ്, ദൈവഹിതമാണ്. ഇത് ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യം, അതിൻ്റെ തുടർച്ചയാണ്. ഈ പ്രേക്ഷിത തീഷ്ണത നമുക്ക് തുടരാം. നമുക്ക് എല്ലാ ടീനേജേഴ്സിനോടും ചെറുപ്പക്കാരോടും എല്ലാ കുടുംബങ്ങളോടും പല വിധത്തിലാണ് ഈ എപ്പിസോഡുകളിൽ കാർലോ അക്വിറ്റസ് സംസാരിച്ചത്. നമുക്കത് ബോധ്യങ്ങൾ നെഞ്ചിലേറ്റാം, നമുക്ക് ചേർത്ത് പിടിക്കാം. ഹൈവേ ടു ഹെവൻ ഇവിടെ സമാപിക്കുന്നു. നമ്മൾ തീർച്ചയായിട്ടും ഈ എപ്പിസോഡുകളിൽ നമ്മളോട് ഇത്ര ആത്മാർത്ഥതയോടെ അവരുടെ ബോധ്യങ്ങൾ, പഠനങ്ങൾ, അനുഭവങ്ങൾ പങ്കുവച്ച ബ്രദർ ജോണിനും ബ്രദർ എഫ്രേമിനും എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ശാലോമിൻ്റെ പ്രേക്ഷകരായ ഓരോരുത്തരോടും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നു. നന്ദി.